ഈ 2 ദിവസം ഞാൻ അനുഭവിച്ച വേദന, പൂജാരിയെ നഷ്ടപ്പെടുമെന്ന ചിന്ത പോലും എന്നെ ആകെ ഉലച്ചു കളയുന്നു. പൂജാരി മറ്റാർക്കും സ്വന്തമാവുമെന്ന് ചിന്തിക്കാൻ പോലും വയ്യ. പക്ഷെ അച്ഛനെ ധിക്കരിക്കാൻ എനിക്ക് പറ്റില്ല. എല്ലാം കൂടെ ആലോചിക്കുമ്പോൾ തല പുകയുന്നുണ്ട്. രാത്രി പൂജാരി വിളിച്ചപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നെ കുറേ സമാധാനിപ്പിച്ച് ഒക്കെ റെഡിയാവുമെന്ന് തന്നെ ഉറപ്പിച്ച് പറഞ്ഞു. കൂടെ അച്ഛനോട് സംസാരിച്ചൊക്കെ സെറ്റാക്കാമെന്നും പറഞ്ഞു. പപ്പിയെക്കുറിച്ചായി പിന്നെ സംസാരം. പുള്ളിക്കാരിക്ക് എൻ്റെ അതേ പ്രായമാണ്. ബാംഗ്ലൂരാണ് അഡ്മിഷൻ എടുത്ത്. ആള് കുറച്ച് പഠിപ്പിയാണ്. അവർക്ക് ക്ലാസ് തുടങ്ങിയിട്ടില്ല. സെപ്റ്റംബർ ആവും ക്ലാസ് തുടങ്ങാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. കുറച്ച് ദിവസം കൂടെ ഇവിടെ ഉണ്ടാവും കക്ഷി. ഇപ്പം ഞാനും പപ്പിയായി നല്ല കൂട്ടായി. ആള് പൊളിയാണ്. ഒരു പ്രത്യേക ടൈപ്പ് സ്വഭാവമാണ് പുള്ളിക്കാരിക്ക്. എപ്പോഴാ സ്വഭാവം മാറുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആളൊരു പാവ. കൂടെ ഒരു ലോഡ് പൊട്ടത്തരും. 1.5 ആഴ്ച പുള്ളിക്കാരി ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ പോയി. ആള് പോയപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം കുട്ടൂസിനായിരുന്നു. അവനായിട്ട് നല്ല കൂട്ടായിരുന്നു പപ്പി. ഇതിനിടയ്ക്ക് സ്നേഹം വന്നിരുന്നു. ആള് വന്നപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു. കോളേജിൽ പോയതായിരുന്നു. പക്ഷേ ഞാൻ വരുന്നവരെ വെയിറ്റ് ചെയ്തു. എനിക്ക് പാവം തോന്നി അതിനോട്. പുള്ളിക്കാരി ഇപ്പോൾ വിമൻസ് ഹോസ്റ്റലിലാണ്. പുള്ളിക്കാരിയുടെ കല്യാണമുണ്ട്. ഇപ്പോഴല്ല, അച്ഛൻ്റെ ശ്രാദ്ധം കഴിഞ്ഞിട്ട്. കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ് വരൻ. അതൊക്കെ കേട്ടപ്പോൾ സന്തോഷം തോന്നി. ഇപ്പോൾ കാര്യങ്ങളൊക്കെ പഴയ പോലെയായി. ഇടയ്ക്ക് ബോറടിക്കുമ്പോൾ പപ്പി ഓർമ്മ വരും. ആള് വിളിക്കാറുണ്ട് ഇടയ്ക്ക്. നിർത്താതെയുള്ള ഡോർബെൽ കേട്ടാണ് ഉറങ്ങിയായിരുന്നു ഞാൻ ഉണർന്നത്. അമ്മയായിരിക്കും. അമ്മയുടെ ഇല്ലായിരുന്നു. ഒരു എൻഗേജ്മെന്റിന് പോയതാണ് പുള്ളിക്കാരി. ഉച്ചയുറക്കം പതിവില്ല. പക്ഷെ ഇന്ന് വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് ഓരോന്ന് ഓർത്ത് കിടന്നപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയതാ. ഉറക്കച്ചറവോടെ ഞാൻ എണീറ്റ് എന്ന് വാതിൽ തുറന്നു. എന്നെ ആരോ എടുത്ത് തോളിലിട്ട്. പെട്ടെന്ന് പരിഭ്രമിച്ചു പോയെങ്കിലും പോലീസ് യൂണിഫോം കണ്ടപ്പോൾ മനസ്സിലായി അത് പൂജാരിയാണെന്ന്. ഇങ്ങനത്തെ എന്നെ എടുത്തോണ്ട് എവിടെ പോവാ? അതാലോചിച്ചപ്പോൾ ഉറക്കച്ചവിടെ കടുത്ത് കണ്ടം വഴി ഇറങ്ങി ഓടി. നിങ്ങളിത് എങ്ങോട്ട് എന്നെ പൊക്കി പിടിച്ചോണ്ട് പോന്ന്? ഉറങ്ങിക്കിടന്ന എൻ്റെ നാവിനെ ഞാൻ വിളിച്ചുണർത്തി. കല്യാണം കഴിക്കാൻ. ഉടനെ തന്നെ വന്ന് മറുപടി. ഞാൻ ഞെട്ടിപ്പോയി. ഇപ്പോഴോ? ആ. ഇങ്ങനെ ആരുടെ തലക്കടിച്ചു എന്നാ തോന്നുന്നത്. നിങ്ങൾക്ക് വട്ടായ മനുഷ്യ? വട്ട് നിന്റെ തന്തക്കാ. രാവിലെ വരെ കുഴപ്പമില്ലാതിരുന്ന മനുഷ്യനാ. ഇത് എന്തു പറ്റി ദൈവേ? നിങ്ങളിത് എങ്ങോട്ടാ പോകുന്നത്? പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ. തമാശ കളിക്കല്ലേ? താഴെ നിർത്ത്. ആരും കാണും. ഇനി ആരെങ്കിലും കണ്ടാലും കുഴപ്പമില്ല. ഞാൻ നിന്നെ കെട്ടാൻ പോവല്ലേ. 4 ദോശ തിന്നുന്ന പോലെയല്ലേ ഇത്? ഇതൊക്കെ സമാധാനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? എനിക്ക് ആഗ്രഹമില്ലായിട്ടാണോ? അതിനൊക്കെ നിന്റെ തന്തപ്പിടി സമ്മതിക്കണ്ടേ? അച്ഛൻ സമ്മതിച്ചില്ലേ? ഇല്ല. അച്ഛന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞോ? ആ, അങ്ങേർക്കും അങ്ങേട്ട് കുറെ അലവലാതി കുടുംബക്കാർക്കും താല്പര്യമില്ലാന്ന്. ഇനി ഈ കാര്യം പറഞ്ഞവരെയൊന്നും തീർത്ത് പറഞ്ഞു. ദൈവമേ. ആ, പുള്ളിയുടെ കയ്യിൽ നിന്ന് കാര്യം പോയി. ഇനി ഇതേ ഉള്ളൂ വഴി. അതിന് നിങ്ങൾ എന്നെ ആദ്യം ഭൂമിയിൽ നിർത്ത്. രജിസ്ട്രാർ ഓഫീസ് ഭൂമിയിലാ, അവിടെ നിർത്താം. കളിക്കാൻ താഴെ നിർത്ത് മനുഷ്യ. താഴെ നിർത്തിയെങ്കിലും വാണം വിട്ട പോലെ ഒരു പോക്കായിരുന്നു എന്നെ വലിച്ചുകൊണ്ട്. നിക്ക്, അതിന് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വേണ്ടേ? ആ, പോയി എടുത്തോണ്ട് വാ. എന്നിട്ടോ? നമുക്ക് പോയി അപേക്ഷ കൊടുക്കാം. എന്നിട്ട് ഉണ്ടം പോയി എടുത്തോണ്ട് പോടി. എന്താന്ന് വെച്ചാ? എന്റെ മനുഷ്യ, എന്നെ കാണാൻ ഞാൻ ഇവിടെ സീനാവൂലേ? ആവട്ടെ. തമാശ കളിക്കണേ. ഞാൻ സീരിയസ് ആയിട്ടാ ചോദിക്കുന്നത്. ഇല്ല പെണ്ണേ. എന്നിട്ട് നമ്മൾ എങ്ങോട്ട് പോവും? എന്റെ വീട്ടിലേക്ക്. കേറ്റുവോ? ഇല്ലെങ്കിൽ നമുക്ക് ലോക്കപ്പിൽ കിടക്കാടേ. ഇപ്പോഴാണെങ്കിൽ അത് ഒഴിഞ്ഞെടുക്കുക. ആദ്യ രാത്രി ഹണിമൂണൊക്കെ നമുക്ക് അതിനകത്താക്കാം. നല്ല രസമായിരിക്കും. ഒരുപക്ഷെ ലോക്കപ്പിൽ മധുവിധം ആഘോഷിക്കുന്ന ആദ്യത്തെ കപ്പിൾസ് നമ്മളായിരിക്കും. നിങ്ങൾ പോലീസുകാരൻ തന്നെയല്ലേ? അതെന്താടി, പോലീസുകാർ മനുഷ്യന്മാരല്ലേ? അവർക്ക് വികാരങ്ങളൊന്നുമില്ലേ? ഉണ്ടംപൊരി. വീട്ടിൽ പോയി. ഇതിനൊക്കെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. നീ ഇപ്പം അങ്ങനെ പലഹാരം ഉണ്ടാക്കണ്ട. അതിന് ഇപ്പൊ പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കൂല. അതെന്താ? അറിയാൻ പാടില്ലാത്ത കാര്യം ഞാൻ എന്തോ ചെയ്യാനാ? ആ, ബെസ്റ്റ്. നിന്നെ കിട്ടിയാൽ ഞാൻ പട്ടിണിയാവുന്ന ചുരുക്കം അല്ലേ? ഞാനൊന്ന് ലിസ്റ്റ് കാണിച്ചു കൊടുത്തു. ആ പോട്ടെ, നീ ഇതിനൊരു സൊല്യൂഷൻ പറ. നിന്ന് മൂളാവലം വാ തുറന്ന് പറയടി. എൻ്റെ അമ്മയ്ക്കൊരു ബ്രദറുണ്ട്. ആളെ അച്ഛന് ഭയങ്കര ബഹുമാനം സ്നേഹമൊക്കെയാ. ആ വഴിക്ക് നീങ്ങാം. വല്ലതും നടക്കുവോ? മാമന് നിങ്ങൾ ഇഷ്ടമായ ഒക്കെ സെറ്റാ. ഇല്ലെങ്കിൽ വന്ന് വിളിച്ചാൽ മതി. ഞാൻ ഇറങ്ങി വന്നേക്കാം. ഉറപ്പാണല്ലോ? ആ. അപ്പോൾ ഒരു ആവേശത്തിന് കയറി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഉള്ളു കിടന്ന് പുകയാണ്. മാമനും കൂടെ കൈവിട്ട ആ കൈ അങ്ങേര് തല്ലി ഒടിക്കും. അങ്ങേരുടെ കൂടെ ഇറങ്ങിച്ചെന്ന കുടുംബക്കാർ തല്ലിക്കൊല്ലും. ഇറങ്ങിച്ചെന്നില്ലെങ്കിൽ അങ്ങേര് തല്ലിക്കൊല്ലും. എങ്ങനെ നോക്കിയാലും തല്ല ഉറപ്പാ. അമ്മമ്മക്കും അച്ഛമ്മക്കും മാമൻ കഴിഞ്ഞ് പിന്നെ 4 പെൺമക്കളാണ്. അതിൽ ഏറ്റവും ഇളയതാണ് അമ്മ. ഇപ്പം അവിടുത്തെ പേരമക്കൾ ഏറ്റവും ചെറിയ മക്കളാണ് ഞാനും കുട്ടൂസും. ബാക്കിയൊക്കെ വലിയ മക്കളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ കാര്യമാണ് അവിടെ എല്ലാവർക്കും. പൊതുവെ പേരമക്കളിൽ പെൺകുട്ടികൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഉള്ള പെൺകുട്ടികളെ താഴത്തും തലയിലും വെക്കാതെ കൊണ്ടു നടക്കുക എല്ലാവരും. മാമന് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മാമന് 3 ആൺകുട്ടികളാണ്. അതുകൊണ്ട് തന്നെ എന്നെയും ചിന്നു ചേച്ചിയും മാമന് ഭയങ്കര ഇഷ്ടമാണ്.
ചിന്നു ചേച്ചി തറവാട്ടിലെ ആദ്യത്തെ പേരക്കുട്ടിയാണ്. അമ്മയുടെ മൂത്ത ചേച്ചിയുടെ ആദ്യ കുട്ടി. ഇപ്പൊ ചിന്നു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞത് പുള്ളിക്കാരി ലണ്ടനിലാണ്. അതുകൊണ്ട് ഇപ്പൊ തറവാട്ടിൽ ആകെയുള്ള ഒരു പെൺതരിയാണ് ഈ ഞാൻ. ആ ഒരു ബലം വെച്ചാണ് പൂജാരിയോട് അങ്ങനെ പറഞ്ഞ്. മാമനോട് നേരിട്ട് കാര്യം പറയാന്ന് വെച്ചാൽ നാണക്കേടാണ്. കാരണം അവരുടെ ഇടയിലൊന്നും എനിക്ക് അങ്ങനെ ഒരു ഇമേജ് ഇല്ല. പ്രേമിക്കാനൊന്നുള്ള ബുദ്ധി എനിക്കില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് അവരെല്ലാം. ഇനി മാമന്റെ മക്കൾ വഴി മാമനെ അറിയിക്കാം. മാമന്റെ 3 മക്കൾക്ക് 3 തരം സ്വഭാവ. ഒരാൾ ഭയങ്കര പാവ, ഒരാൾ അതിലും പാവ, ഒരു പാൽ കുപ്പി. ഇനി 3ാമത്തെ ഒരു ഐറ്റം ഉണ്ട്, ആ മിട്ടുപൊട്ടും പോലെ ഒരെണ്ണം. അവനോട് ഈ കാര്യം കാനും പറഞ്ഞ റേഡിയോ മാംഗോയിൽ പറയുന്ന പോലെയാ. എന്നാലും കുഴപ്പമില്ല,